ഖിത്താൽ കഴുത്തറുക്കൽ എന്നു പേരുള്ള മുഹമ്മദ് എന്നും പേരുള്ള 47-ാമത്തെ അധ്യായമാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 12 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 13-ാമത്തെ വാക്യം: നിന്നെ പുറത്താക്കിയ രാജ്യത്തേക്കാൾ ശക്തിയേറിയ എത്രയെത്ര രാജ്യങ്ങളെ നാം നശിപ്പിച്ചു, അപ്പോൾ അവർക്കൊരു സഹായിയും ഉണ്ടായിരുന്നില്ല. ഇത് മക്കയിൽ മുഹമ്മദ് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അതേ കാര്യം ആവർത്തിക്കുകയാണ്. മുഹമ്മദിനെ മക്കക്കാർ പുറത്താക്കി എന്നാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞതൊക്കെ ശുദ്ധ നുണയാണ്. മുഹമ്മദിനെ മക്കക്കാർ പുറത്താക്കിയിട്ടില്ല. മറിച്ച് മുഹമ്മദിനോട് മക്കയിൽ മര്യാദയ്ക്ക് അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ വിശ്വാസവും മുഹമ്മദിൻ്റെ മതവും അനുസരിച്ച് തന്നെ മുഹമ്മദിന് അവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് അതിനൊന്നും തയ്യാറല്ലായിരുന്നു. മുഹമ്മദ് അവരുടെ വിശ്വാസങ്ങളെ വളരെ വൃത്തികെട്ട രീതിയിൽ, പ്രകോപനപരമായ രീതിയിൽ അവഹേളിച്ചു കൊണ്ടിരിക്കുകയും അവരെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗോത്രമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ അവിടെ നടത്തുകയും ചെയ്തപ്പോഴാണ് അവർ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതും പിന്നീട് അബൂ താലിബിൻ്റെ മരണശേഷം മുഹമ്മദിനെ കുറച്ചാളുകൾ അവിടുന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും എന്നാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അതിനെതിര് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ചരിത്രം. മുഹമ്മദ് ഇവിടെ ഈ പറയുന്നത് പോലെ മുഹമ്മദിനെ അവിടുന്ന് ആക്രമിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുന്നത് ചരിത്രവിരുദ്ധമായിട്ടുള്ള ഒരു നുണയാണ്. മുഹമ്മദിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന കള്ളത്തരമാണ്. ഇനി അങ്ങനെ മുഹമ്മദിന് അവിടുന്ന് പുറത്തു പോരേണ്ടി വന്ന ഒരു നിർബന്ധിത അവസ്ഥ ഉണ്ടായി എങ്കിൽ തന്നെയും ഈ ഭീഷണിപ്പെടുത്തുന്നത് അള്ളാഹുവിന് പ്രാവർത്തികമാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഈ പറയുന്നതൊക്കെ അള്ളാഹു ആണെങ്കിൽ സർവശക്തനായ അള്ളാഹുവിന് മുഹമ്മദിനെ അവിടുന്ന് പുറത്താക്കിയിട്ടും ആ മക്കക്കാരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, മക്കയെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ നശിപ്പിക്കൽ കഥയൊക്കെ വെറും ബടായി ആയിരുന്നു എന്ന് തന്നെയാണ്. ഇതുപോലെ പൂർവ്വ പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് റസൂലുമാരെ അനുസരിക്കാത്തവരെയെല്ലാം അള്ളാഹു ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചു എന്ന കെട്ടുകഥകൾ മുഹമ്മദ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കയിൽ നിന്ന് പോകുന്നതിന് ശേഷം ആ കഥ ഇവിടെ ആവർത്തിക്കുകയാണ്. പക്ഷേ മുഹമ്മദിനെ പുറത്താക്കിയ മക്കക്കാരെ ഏതെങ്കിലും തരത്തിൽ അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ പ്രവൃത്തി കൊണ്ട് നശിപ്പിക്കാൻ കഴിഞ്ഞതായി ചരിത്രത്തിൽ എവിടെയില്ല. അവർക്കൊരു പോറലും ഏൽപ്പിക്കാൻ അള്ളാഹുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മുഹമ്മദാണ് അവരെ വാളും കൊണ്ടുപോയിട്ട് ആക്രമിച്ചതും കീഴ്പ്പെടുത്തിയതും നശിപ്പിച്ചതും. 14 തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്ന ഒരാൾ സ്വന്തം ദുഷ്പ്രവൃത്തി മനോഹരമായി തോന്നുകയും ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്ത ഒരുവനെ പോലെയാണോ? മക്കക്കാരെ ആക്രമിക്കാനും കൊല്ലാനും ചതിക്കാനും മുഹമ്മദ് മുൻകൂറായി തന്നെ ന്യായം ചമയ്ക്കുകയാണ് ഇവിടെ. അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് വ്യക്തമായ തെളിവും ദൃഷ്ടാന്തവും കിട്ടിയിട്ട് വിശ്വസിക്കുന്ന അവരും തന്നിഷ്ടപ്രകാരം ഇതൊന്നും വിശ്വസിക്കാതെ നടക്കുന്ന അവരും മക്കക്കാരും ഒരുപോലെയാണോ? അവർക്കിവിടെ ഇനി ജീവിക്കാൻ അവകാശമുണ്ടോ? അവരെ പോയി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിന് ഇതൊക്കെ മതി ന്യായം എന്ന് സ്വന്തം അനുയായികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മുൻകൂർ ജാമ്യമാണ് ഈ വാചകം. നബിയും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ് ഈ സൂക്തത്തിൽ. ദുനിയാവിൽ വിശ്വാസികളെ സഹായിക്കുകയും അവിശ്വാസികളെ നശിപ്പിക്കുകയും ചെയ്യുക അനിവാര്യമാണെന്നറിയിക്കാനാണ് അള്ളാഹു 2 വിഭാഗത്തിനുമിടയിൽ വ്യത്യാസം പറഞ്ഞത്. ഇതന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ റാസി എഴുതി വെച്ചിട്ടുള്ളത്. അവരെ നശിപ്പിക്കുക എന്നത് അനിവാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. മക്കക്കാരെയും മുഹമ്മദിൽ വിശ്വസിക്കാത്ത മറ്റുള്ളവരെയും നശിപ്പിച്ച് കളയുക, അവരെല്ലാം കൊന്നൊടുക്കി കളയുക എന്നതിന് ന്യായമായിട്ടാണ് ഈ പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. 15 സൂക്ഷ്മതയുള്ളവർക്ക് വാക്കു നൽകിയ സ്വർഗത്തിൻ്റെ അവസ്ഥ ഇതാ. അതിൽ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്, രുചിഭേദം വരാത്ത പാലരുവികളും, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിൻ്റെ അരുവികളും ശുദ്ധമായ തേനരുവികളുമുണ്ട്. അവർക്കതിൽ എല്ലാത്തരം കൈക്കനികളുമുണ്ട്. തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും. ഈ സ്വർഗവാസികളുടെ അവസ്ഥ നരകത്തിൽ നിത്യവാസിയായവനെ പോലെയാണോ? അത്തരക്കാർക്കാകട്ടെ കൊടും ചൂടുള്ള വെള്ളമാണ് കുടിക്കാൻ നൽകുക. അതവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കും. ഇഹലോകത്ത് തന്നെ നശിപ്പിക്കപ്പെടേണ്ടവരാണ് അവിശ്വാസികൾ എന്ന് പറഞ്ഞതിന് ശേഷം ആ അവിശ്വാസികൾക്ക്
പരലോകത്ത് ശിക്ഷ കിട്ടാൻ പോകുന്ന കാര്യവും വിശ്വാസികൾക്ക് അവിടെ സ്വർഗത്തിലെ കന്നുകാലി ജീവിതത്തിന് വേണ്ട സൗകര്യമൊരുക്കിയ കാര്യവും വിശദീകരിക്കുകയാണ് ഇവിടെ. ഖുർആൻ അവതരിപ്പിക്കുന്ന സ്വർഗം എന്ന ജീവിത ലക്ഷ്യം കന്നുകാലിത്തൊഴുത്ത് മാത്രമാണ്. കാരണം ആ സ്വർഗത്തിലെ വിഭവങ്ങളായി ഖുർആനിൽ പലയിടത്തും വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തിന്നാനും കുടിക്കാനും രമിക്കാനുമുള്ള വിഭവങ്ങൾ മാത്രമാണ്. നേരത്തെ കന്നുകാലികളെപ്പോലെ തിന്നും കുടിച്ചും രമിച്ചും ജീവിക്കുന്നവരാണവർ എന്ന അവിശ്വാസികളെക്കുറിച്ച് ഇതേ അധ്യായത്തിൽ പറഞ്ഞത് നമ്മൾ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കന്നുകാലി ജീവിതം വിഭാവനം ചെയ്യുന്നത് അവിശ്വാസികളല്ല, ഈ വിശ്വാസം പേറുന്നവർ തന്നെയാണ് ഈ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ എന്ന്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വായിച്ചത്. തേൻ ഒഴുകുന്ന നദി. എങ്ങനത്തെ തേന്? തേനീച്ചയുടെ പള്ളയിൽ നിന്നൊന്നും വരാത്ത, മെഴുകും അഴുക്കൊന്നുമില്ലാത്ത ശുദ്ധമായ തേനിങ്ങനെ പുഴയിക്കൂടെ ഒഴുകും. അതാണ് ഒരു വിഭവം. പിന്നെ പാലൊഴുകുന്ന അരുവി. പശുവിൻ്റെ അകിടിൽ നിന്നും ഒട്ടകത്തിൻ്റെ അകിടിൽ നിന്നൊന്നും വരുന്ന പാലല്ല, ശുദ്ധമായ പാലാണ്. യാതൊരു അരുചിയും ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല, ചീഞ്ഞു പോവില്ല, കേടുവരില്ല, അങ്ങനത്തെ പാലാണ് എന്ന് വിശദീകരിക്കുന്ന ധാരാളം വിവരണങ്ങൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം. ആ വെള്ളത്തിന് യാതൊരു കളർ വ്യത്യാസവും ഉണ്ടാവില്ല, അതിൽ യാതൊരു അഴുക്കും ഉണ്ടാവില്ല, ശുദ്ധമായ തെളിനീരൊഴുകുന്ന അരുവി. വെള്ളം മുക്കി ഇങ്ങനെ കുടിക്കാൻ, തേന് മുക്കി ഇങ്ങനെ കുടിക്കാൻ, പാല് മുക്കി ഇങ്ങനെ കുടിക്കാൻ. പിന്നെന്താണ്? കുടിക്കുന്നവർക്ക് അരുചിയൊന്നും അനുഭവപ്പെടാത്ത, ചങ്കിൽ കുത്താത്ത നല്ല ടേസ്റ്റുള്ള വൈൻ, ടേസ്റ്റുള്ള മദ്യം. ആ മദ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാലുകൊണ്ട് ചവിട്ടി പിഴിഞ്ഞുണ്ടാക്കുന്ന വാറ്റുചാരായം ഒന്നും ആയിരിക്കില്ല അത് എന്നാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മുന്തിരിയൊക്കെ കാലുകൊണ്ട് ചവിട്ടി പിഴിഞ്ഞിട്ടാണ് വൈൻ വാറ്റിയിരുന്നത്. അങ്ങനെ കാലുകൊണ്ടൊന്നും ചവിട്ടി പിഴിയാത്ത നല്ല വൃത്തിയുള്ള, കുടിക്കുമ്പോൾ യാതൊരു കുത്തലും ഉണ്ടാവാത്ത, ചങ്കിൽ കുത്താത്ത നല്ല എ ക്ലാസ് മദ്യം. കുടിക്കുമ്പോൾ സർബത്ത് കുടിക്കും പോലെ കുടിക്കാം. കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും. അജാതി എ ക്ലാസ് മദ്യം. അത് പുഴയിൽ കൂടെ ഇങ്ങനെ ഒഴുകുക. നിറയെ പെണ്ണുങ്ങളിങ്ങനെ, അതിസുന്ദരികളായ പെണ്ണുങ്ങളിങ്ങനെ ചുറ്റി തിരിഞ്ഞടക്കുക. പിന്നെ ഈ മദ്യവും പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ കോപ്പയും കൊണ്ട് കുറേ നല്ല ചൊറുക്കുള്ള മുത്തുമണി പോലത്തെ ബാലന്മാർ, കുട്ടികളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. ഇതാണ് അള്ളാൻ്റെ സ്വർഗം എന്ന് പറയുന്നത്. കന്നുകാലി ജീവിതമല്ലാതെ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതാണോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് കാണേണ്ടത് ഇതാണോ? ഇതിൽ കന്നുകാലി ജീവിതം അല്ലാതെ എന്താ ഉള്ളത്? ഇതിനകത്ത് മനുഷ്യൻ്റെ സർഗാത്മകമായ സൗന്ദര്യശാസ്ത്രപരമായ എന്തെങ്കിലും സന്തോഷ ഉപാധികൾ, ആസ്വാദന ഉപാധികൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? മരുഭൂമിയിൽ ജീവിച്ച, ഇത്തരത്തിലുള്ള യാതൊരു സർഗചിന്തയും ഇല്ലാതിരുന്ന, മരുഭൂമിയിലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു വരണ്ട മനസ്സിൻ്റെ ഉടമയായ ഒരു ഗോത്ര മനുഷ്യൻ അയാളുടെ കൂടെ കൂടിയ ഗോത്ര മനുഷ്യരെ ആകർഷിക്കുന്ന തരത്തിൽ അവരുടെ കന്നുകാലി ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ആവിഷ്കരിച്ചതാണ് ഈ പൊട്ടക്കഥ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ മുമ്പിൽ പറയുന്നത് എത്രമാത്രം അറപ്പുളവാക്കുന്ന കാര്യമാണ് എന്ന് പോലും ചിന്തിക്കാതെ ഇതൊക്കെ നീട്ടി വലിച്ച് മൈക്ക് വെച്ച് വയലു പറഞ്ഞു കിടക്കുകയാണ് ഈ മതത്തിൻ്റെ പുരോഹിതന്മാർ. നരകത്തിലാണെങ്കിൽ തളച്ച വെള്ളം ഇങ്ങനെ കുടിക്കാൻ കൊടുക്കും, ചൂടുള്ള വെള്ളം ഇങ്ങനെ കുടിക്കാൻ കൊടുക്കും. ഈ പറഞ്ഞതിലൊക്കെ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരിക്കൽ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഈ സ്വർഗവും നരകവും പരലോകവും പുനർജന്മവും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അജാതി മണ്ടത്തരങ്ങൾ ഇങ്ങനെ നിരന്തരം വയലു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നതൊന്നും അന്നത്തെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ അനുയായികളായി ഒപ്പം കൂടിയിരുന്ന ആളുകൾ പോലും കാര്യഗൗരവത്തിലെടുത്തിരുന്നില്ല. അവരിതിനെയൊക്കെ പരിഹസിച്ചിരുന്നു, അവരിതിനെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. എത്താ ഈ ചങ്ങായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് അവരിങ്ങനെ പരിഹസിച്ച് പറയുമായിരുന്നു. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇനി ഇതേ അധ്യായത്തിൽ ഖുർആനിൽ തന്നെ പറയാൻ പോകുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ മറ്റൊരു പെരുംജാതി മണ്ടത്തരം ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്താണത്? സ്വർഗത്തിലെ ഈ വിഭവങ്ങൾ പറയുന്നിടത്ത് പാപമോചനവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പാപവും പുണ്യവും ഒക്കെ അളന്ന് തൂക്കി അതിൻ്റെ ആത്യന്തിക റിസൾട്ടായിട്ട് സമ്മാനം കൊടുത്തതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പിന്നെന്തിനാണ് ഈ പാപമോചനം?
അപ്പോൾ അവിടെയും പാപം ചെയ്യുന്ന ഏർപ്പാടുണ്ട് എന്നല്ലേ ഈ ചങ്ങാതി ഇവിടെ മനസ്സിലുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് ഏത് സമയം ഈ പാപമോചനം പാപം പൊറുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലായിരുന്നു പണി. സ്വന്തം പാപങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തിനോട് ഇങ്ങനെ എൻ്റെ പാപം പുറത്തുണ്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഈ അധ്യായത്തിൽ ഇനി വരുന്നുണ്ട്. നാട്ടുകാരോട് മുഴുവൻ നിങ്ങളെ പാപങ്ങൾ മുഴുവൻ അള്ള പുറത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഒരു പൊറുക്കൽ കച്ചവടക്കാരനാക്കി അധപ്പതിച്ചത് നമ്മളിതിൽ കാണുന്നു. ഈ പാപം പൊറുക്കലുകാരൻ അവിടെ സ്വർഗത്തിലും കൊട്ടയും കൊണ്ട് കിടക്കുകയാണ്. എന്തിനാണ് സ്വർഗത്തിൽ ചെയ്യുന്ന പാപം പൊറുക്കാൻ? പാപം പുണ്യമൊക്കെ അളന്ന് തൂക്കിയിട്ട് പിന്നെ സ്വർഗത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് പാപം? അവിടെ എല്ലാം സ്വർഗീയമായ സുഖങ്ങൾ ഭോഗിച്ച് നടക്കുക മാത്രമല്ലേ പിന്നെ അവിടെ ചെയ്യേണ്ടുള്ളൂ. പിന്നെ അവിടെ എന്തിനാണ് ഈ പാപം കൊണ്ടുവരുന്നത്? അവിടെ എന്തിനാണ് പാപമോചനം കൊണ്ടുവരുന്നത്? അതോ ഇവിടുത്തെ പാപത്തിൻ്റെ മോചനമാണോ അവിടെ? ഇവിടുത്തെ പാപത്തിൻ്റെ മോചനമാണെങ്കിൽ ഇതിൻ്റെ വിഭവങ്ങളുടെ കൂട്ടത്തിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പാപമൊക്കെ മോചിപ്പിച്ചിട്ടാണല്ലോ ആൾക്കാരെ സ്വർഗത്തേക്ക് എത്തിക്കുന്നത്. പിന്നെ സ്വർഗത്തിലെ കള്ളും തേനും പാലും പറയുന്നിടത്ത് പാപമോചനം കൊണ്ടെന്ന് വിളമ്പിയത് എന്തിനാണ്? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വെളിവും വിവേകവും ഇത് പറഞ്ഞ വ്യക്തിക്കുണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണിതെല്ലാം. ഇതുപോലെ ഒരിക്കൽ പറഞ്ഞത് ഓർക്കാതെ അതിന് വിരുദ്ധമായ നിരവധി മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ ഖുർആനിലുടനീളം നമ്മൾ കാണുന്നു. ഇതൊക്കെ എന്താണ് തെളിയിക്കുന്നത്? സാമാന്യമായ ഒരു ചിന്താശേഷിയോ വിവേകമോ വെളിവോ ഇല്ലാത്ത ഒരു മനുഷ്യൻ അയാളുടെ എന്തൊക്കെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി വിളിച്ചു പറഞ്ഞ മണ്ടത്തരങ്ങളല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ശിക്ഷ പറഞ്ഞിട്ടും ഇതുപോലെ കള്ളും പെണ്ണും കാട്ടി പ്രലോഭിപ്പിച്ചിട്ടും ഒരു വിശ്വാസം ഉറപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വിശ്വാസം ഒരു കെട്ടുകഥയാണ്, ഒരു തെളിവുമില്ലാത്ത നുണയാണ് എന്ന് തന്നെയാണ്. ഇത് സത്യമായിരുന്നെങ്കിൽ ഇത് ബോധ്യപ്പെടുത്താൻ ഈ മാതിരി നിലവാരം കുറഞ്ഞ പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ ആവശ്യമുണ്ടാവും. അതങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പോരെ. എത്ര സുതാര്യമായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള തരം താഴ്ന്ന പ്രലോഭനങ്ങളും ഭീഷണികളും ഇറക്കിക്കൊണ്ട് ഇത് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. 16. നീ പറയുന്നത് ശ്രദ്ധിക്കുന്ന ചിലർ അവരിലുണ്ട്. എന്നാൽ നിന്റെ അടുത്ത് നിന്ന് പോയാൽ വേദജ്ഞാനം നൽകപ്പെട്ടവരോട് അവർ പറയും, എന്താണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്? അത്തരക്കാരുടെ ഹൃദയങ്ങൾക്കാണ് അള്ളാഹു മുദ്രവെച്ചത്. തങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണല്ലോ അവർ ചെയ്തത്. ഇതാണ് ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും നിരന്തരമായിട്ട് ആവർത്തിച്ച് പറഞ്ഞ് ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ്. അതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ ബോറടിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട്, പലതവണ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് എന്താണ് ആ ചങ്ങായി പറയുന്നത് എന്ന് പരസ്പരം പറഞ്ഞിരുന്നു. ഇതന്നെയാണ് ഇതിൻ്റെ സന്ദർഭമായിട്ട് വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിട്ടുള്ളത്. മുഹമ്മദ് ഇതുപോലെയുള്ള പരസ്പര വിരുദ്ധമായ വെളിവുകേടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടിരുന്ന ആളുകൾ ബോറടിച്ചിട്ട് ഇറങ്ങിപ്പോവുകയും എന്താണ് ആ ചങ്ങായി പിച്ചുമ്പേയും പറയുന്നത് എന്ന മട്ടിൽ പരിഹാസപൂർവ്വം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സംസാരം ആരെങ്കിലുമൊക്കെ മുഹമ്മദിന് ചോർത്തിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മുഹമ്മദ് നേരിട്ട് കേൾക്കുകയോ ചെയ്തപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്. നീ പറയുന്നത് ശ്രദ്ധിക്കുന്ന ചിലർ അവരിലുണ്ട്. കുറച്ച് ആൾക്കാർ ഇത് വായും പൊളിച്ച് ശ്രദ്ധിക്കുന്നവരുണ്ട്. എന്നാൽ നിൻ്റെ അടുത്ത് നിന്ന് പോയാൽ അവർ പറയും, എന്താണ് ഇയാളിപ്പോൾ പറയണത്? അത്തരക്കാരുടെ ഹൃദയങ്ങളാണ് അള്ളാഹു മുദ്രവെച്ചത്. തങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണല്ലോ അവർ ചെയ്തത്. അപ്പോൾ അവരെ അള്ളാഹു മുദ്ര വെച്ചതുകൊണ്ടാണ് അവരങ്ങനെ പോയത്, ഇറങ്ങിപ്പോകുന്നത്. ഇയാൾ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നത് അള്ളാഹു മുദ്ര വെച്ചതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ നിലവാരം അത്രയും മോശമായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പേരിൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സ്വർഗത്തിലെ പാപമോചനം, ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളാണ് ഇതിൽ പറയുന്നത്. അതൊക്കെ പറയുമ്പോഴാണ് ഇദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തൊക്കെയാണ് ഈ ചങ്ങാതി പറയുന്നത് എന്ന് അപ്പുറത്ത് മാറി നിന്നിട്ട് ആളുകൾ പറയുകയും ഇയാളുടെ സദസ്സിൽ നിന്ന് കോട്ടാവിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നത്. ഇതെല്ലാം വായിക്കുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ അധ്യായത്തിലെ അവസാനത്തെ എല്ലാ വാക്യങ്ങളും ഈ പുലഭ്യം പറച്ചിലാണ്. ആർക്കെതിരെ? മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇതുപോലെ മുഹമ്മദിനെ ചോദ്യം ചെയ്യുകയും മുഹമ്മദിൻ്റെ പല ചെയ്തികളെയും നിരാകരിക്കുകയും മുഹമ്മദിനെ സമ്പൂർണ്ണമായി കീഴടങ്ങി അനുസരിക്കാതിരിക്കുകയും മുഹമ്മദ് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്ന
കൂടെയുണ്ടായിരുന്ന അനുയായികളോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടി പുലഭ്യം പറയുന്നതാണ്. നിലവാരം കുറഞ്ഞ പുലഭ്യം പറച്ചിലുകളാണ് ഇനി ഈ അധ്യായത്തിലെ അവസാനത്തെ വാക്യം വരെയും നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നൊക്കെ ചരിത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ, യുക്തിപരമായി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മുഹമ്മദ് കൂടെ കൂട്ടിയിരുന്ന ആളുകളൊന്നും മുഹമ്മദ് പ്രവാചകനാണെന്നോ മുഹമ്മദ് ഈ പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ വെളിപാടുകളാണെന്നോ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കാൻ മാത്രം ഒരു കോപ്പും ഇതിനകത്തില്ല എന്ന് അന്ന് മുഹമ്മദിൻ്റെ കൂടെയുള്ള ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായിരുന്നു. ഇന്ന് ഈ വിശ്വാസികൾ കരുതുന്നത് പോലെ മുഹമ്മദ് എന്തോ വലിയൊരു സംഭവമാണ്, വലിയ പടച്ചമ്പുരാനാണ് എന്നൊന്നും വിചാരിച്ചുകൊണ്ടായിരുന്നില്ല അന്നത്തെ ആളുകൾ മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നത് അവരുടെ ചില സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് അവർക്ക് ഒരാളുടെ നേതൃത്വം ആവശ്യമുണ്ടായിരുന്നു. അതിന് ഇദ്ദേഹത്തെ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മക്കയിൽ നിന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ മദീനയിലെത്തി അദ്ദേഹത്തിൻ്റെ തനിക്കുണവും തനി സ്വഭാവവും മനസ്സിലാക്കിയപ്പോൾ ഈ കൂട്ടിക്കൊണ്ടുപോയ ആളുകളിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും മുഹമ്മദിനെ എതിർക്കാൻ തുടങ്ങി, മുഹമ്മദിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി, മുഹമ്മദിൻ്റെ ചെയ്തികളെ വിമർശിച്ചു തുടങ്ങി എന്നാണ് ഈ ഖുർആനിലെ പുലഭ്യം പറച്ചിലുകളും പയ്യരം പറച്ചിലുകളും വായിച്ചാൽ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ വിശദീകരണമായിട്ട് റാസി പറയുന്നത് ഇങ്ങനെയാണ്: അവിശ്വാസികളുടെ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു കപടവിശ്വാസികളെപ്പറ്റി വിവരിക്കുകയാണ്. കപടവിശ്വാസികൾ നബിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കും. അതിനുശേഷം പുറത്തു പോയി അറിവുള്ളവരോട് എന്താ മുഹമ്മദ് പറഞ്ഞത് എന്ന് ചോദിക്കും. അറിവ് പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ ആവാം ഒരുപക്ഷേ ഇത്. അങ്ങനെയെങ്കിൽ അവർ ചെയ്യുന്നത് സ്തുത്യർഹമല്ലേ? അല്ല, ഇത് നബിയെ പരിഹസിക്കാനാണ് എന്നതുകൊണ്ടും അവർ കേൾക്കുകയും ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതിനാൽ അവർ ചെയ്യുന്നത് സ്തുത്യർഹമായ പ്രവർത്തനമല്ല. ഇവിടെ എന്താണ് മുഹമ്മദിൻ്റെ മനഃശാസ്ത്രം? മുഹമ്മദ് പറയുന്നത് മനസ്സിലായില്ലെങ്കിലും അതിൽ വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കണ്ണും പൂട്ടി അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചോളണം എന്ന ഏകാധിപത്യ മനോഭാവമായിരുന്നു മുഹമ്മദിനെ ഭരിച്ചിരുന്നത്. ആ ഏകാധിപത്യത്തിന് വഴങ്ങാൻ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും തയ്യാറായിരുന്നില്ല. മുഹമ്മദ് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്നവർ തിരിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ചോദിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അതൊന്നും ഇഷ്ടപ്പെടാത്ത മുഹമ്മദ് അതിലൊക്കെയുള്ള കലിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ നിലവാരം കുറഞ്ഞ പുലഭ്യം പറച്ചിൽ. അത്തരക്കാരുടെ ഹൃദയങ്ങൾക്കാണ് അള്ളാഹു മുദ്ര വെച്ചത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിനെ തന്നെ കുറ്റവാളിയാക്കിയിട്ട് അള്ളാഹുവിനെ തന്നെ ചെയ്ത്താനാക്കിയിട്ട് ഇവരൊക്കെ പിഴപ്പിച്ചത് അള്ളാഹുവാണ് എന്ന തലയിലെഴുത്ത് പറയുകയാണ് മുഹമ്മദ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മുഹമ്മദിൻ്റെ ചിന്താ നിലവാരം വെറും വട്ടപൂജ്യമായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ സ്വന്തം അനുയായികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള യാതൊരു കഴിവും അതിനുള്ള യാതൊരു കോപ്പും മുഹമ്മദിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് മുഹമ്മദിന് ഇങ്ങനെ തലയിലെഴുത്ത് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരുന്നതും പുലഭ്യം പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം അധിക്ഷേപിക്കേണ്ടി വന്നതും ഈ നരകവും സ്വർഗവും പറഞ്ഞുകൊണ്ട് കൂടുതൽ പരിഹാസ്യനാവേണ്ടി വന്നതും. 17 സന്മാർഗം സ്വീകരിച്ചവർക്കാകട്ടെ അള്ളാഹു കൂടുതൽ മാർഗദർശനവും സൂക്ഷ്മതാബോധവും നൽകും. അപ്പോൾ അന്ധമായിട്ട് അനുസരിച്ചുകൊണ്ട് ഒന്നും ചോദ്യം ചെയ്യാതെ തിരുവായ്ക്ക് എതിർവായില്ലാതെ കുഞ്ഞാടുകളായി കൂടിയാൽ മുഹമ്മദിന് പെരുത്ത് സന്തോഷമാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരെ മുഹമ്മദ് പുകഴ്ത്തുന്നതാണിത്. സന്മാർഗം സ്വീകരിച്ചവർക്കാകട്ടെ കൂടുതൽ മാർഗദർശനവും സൂക്ഷ്മതാബോധവും നൽകും. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥയെ പുകഴ്ത്തലാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് സൂക്ഷ്മത നൽകുമെന്നതുകൊണ്ട് ഉദ്ദേശം വിശ്വാസിക്ക് യോജിച്ചതായ തഖ്വ അവർക്ക് നൽകുമെന്നാണ്. ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്ത തഖ്വ. കപടവിശ്വാസികൾ വിശ്വാസികളെയും അവിശ്വാസികളെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. കാരണം അവർ ഈ രണ്ട് വിഭാഗത്തെയും ഭയപ്പെടുന്നു. അതുമൂലം അള്ളാഹുവിൻ്റെ കോപം അവർ സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇവിടെ മുഹമ്മദ് ഈ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്ന നല്ല മനുഷ്യരെയാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്.
കാരണം മുഹമ്മദിൻ്റെ ചെയ്തികളും മുഹമ്മദിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ അങ്ങേയറ്റം അക്രമോത്സുകവും അന്യായപരവുമാണ് എന്ന് ബോധ്യപ്പെട്ട മുഹമ്മദിൻ്റെ സ്വന്തം അനുയായികൾ അതിൽ നിന്ന് മുഹമ്മദിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും മുഹമ്മദിൻ്റെ ഈ ദുർഗുണങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്യുകയും അതോടൊപ്പം മദീനയിൽ അവരെ സഹായിച്ചുകൊണ്ടിരുന്ന, അവർ സഹജീവിതം നയിച്ചുകൊണ്ടിരുന്ന ജൂതഗോത്രക്കാരുമായി അവർ നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദം തുടരുകയും ചെയ്തു. ആ സൗഹൃദം അവസാനിപ്പിക്കാനാണ് മുഹമ്മദ് നിരന്തരം അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ സൗഹൃദം അവസാനിപ്പിച്ചിട്ട് കൂടാൻ മാത്രം ഗുണമുള്ള കക്ഷിയല്ല മുഹമ്മദ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഈ രണ്ട് ബന്ധങ്ങളെയും നിലനിർത്തിക്കൊണ്ടു പോവാൻ ഒരു ഡിപ്ലോമസിയുടെ മാർഗം സ്വീകരിച്ചിരുന്നു. തൽക്കാലം മുഹമ്മദിനെ പിണക്കേണ്ടതില്ല എന്ന മട്ടിൽ മുഹമ്മദിനോട് സഹകരിക്കുകയും അതേസമയത്ത് മുഹമ്മദിൻ്റെ ഉള്ളിലെ കുൽസിത ബുദ്ധി മനസ്സിലാക്കി ജൂതന്മാരുമായി ശത്രുത പുലർത്തണമെന്ന മുഹമ്മദിൻ്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് അവരുമായി സൗഹൃദം പുലർത്തുകയും ഇങ്ങനെ രണ്ട് കൂട്ടരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ, ഒരു സമാധാന ജീവിതം നയിക്കാൻ, ഒരു നന്മയുള്ള ജീവിതം നയിക്കാൻ അവരാഗ്രഹിച്ചിരുന്നു. അതനുസരിച്ച് അവർ പെരുമാറിയിരുന്നു. അത് മുഹമ്മദിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് അവരെ നിരന്തരമായിട്ട് കപടവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആരൊക്കെയാണ് ഈ കപടവിശ്വാസികൾ, ആരൊക്കെയാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് കൃത്യമായിട്ട് മുഹമ്മദിന് തിരിച്ചറിയാനും കഴിയുന്നില്ല. കാരണം മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരിൽ 90% അങ്ങനെയുള്ള ആളുകളായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ മുഹമ്മദിനെ അന്ധമായി അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നുള്ളൂ. ബാക്കി കൂടുതൽ ആളുകളും മുഹമ്മദിനെ സംശയദൃഷ്ടിയോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത്. ആ ആളുകളിൽ ആരൊക്കെയാണ് തന്നെ വിശ്വസിക്കാത്തവർ എന്ന് മുഹമ്മദിന് കൃത്യമായി തിരിച്ചറിയുമായിരുന്നില്ല. ആ തിരിച്ചറിയായ കാരണം ഇങ്ങനെ കാടടക്കി വെടിവെച്ചുകൊണ്ട് പൊതുവിൽ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. ആളുകളെ പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയാൻ മുഹമ്മദിന് ധൈര്യമുണ്ടായിരുന്നില്ല. അതിനുള്ള അറിവ് മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തെളിവ് ഇനി വരാൻ പോകുന്നുണ്ട്. 18. ഇനി ആ അന്ത്യസമയം പൊടുന്നനെ വന്നെത്തുന്നതല്ലാതെ മറ്റു വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ? എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടെങ്ങനെ ഉദ്ബോധനം അവർക്ക് ഉപകരിക്കും? ഇതായിരുന്നു മുഹമ്മദിൻ്റെ മറ്റൊരു മാനസിക രോഗം. മുഹമ്മദ് വിചാരിച്ചിരുന്നത് അഥവാ വിശ്വസിച്ചിരുന്നത്, മുഹമ്മദ് അനുയായികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് ഏതാണ്ട് മുഹമ്മദിൻ്റെ ജീവിതകാലത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറയുടെ കാലത്തോ ഈ ലോകം അവസാനിക്കും, ഈ അന്ത്യദിനം വരും. കാരണം മുഹമ്മദിനെ അവസാനത്തെ ദൂതനാക്കിയതോടുകൂടി ഈ ദൈവത്തിൻ്റെ ഈ ദൗത്യമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ദൈവത്തിന് അന്ത്യദിനം കൊണ്ടുവന്നിട്ട് എല്ലാവരെയും ശിക്ഷിക്കുകയും സ്വർഗത്തേക്കും നരകത്തേക്ക് ആക്കുകയും ചെയ്യേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു 10-50 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ ലോകാവസാനമുണ്ടാകും എന്നായിരുന്നു മുഹമ്മദ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെ പ്രവചിക്കുന്ന നിരവധി ഖുർആൻ വാക്യങ്ങളുണ്ട്. അതിൻ്റെ 10 ഇരട്ടി ഹദീസുകളുണ്ട്. ചെറുപ്പക്കാരായ ആളുകളെയും കുട്ടികളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകം അവസാനിക്കും എന്ന് മുഹമ്മദ് പ്രവചിച്ചു പോയിട്ടുണ്ട്. 1400 കൊല്ലം കഴിഞ്ഞ് 14 നൂറ്റാണ്ട് കഴിഞ്ഞു പോയി ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. ആരുടെ ലോകമാണ് അവസാനിക്കാൻ പോകുന്നത്? ഇസ്ലാമിൻ്റെ ലോകം ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ്. ആ അന്ത്യദിനം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഈ ഭൂമി ആകാശവും പ്രപഞ്ചമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, അതൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. പക്ഷേ മുഹമ്മദ് ഉണ്ടാക്കിയ ഈ മണ്ടത്തരത്തിൻ്റെ ലോകം ഏതാണ്ട് അവസാനത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നത് ശരിയാണ്. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് മുഹമ്മദിൻ്റെ പ്രവചനത്തെ സത്യമായി പുലരാൻ പോകുന്നു എന്ന് പറയാം. അതല്ല ഈ ലോകമാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് മുഹമ്മദ് പ്രവചിച്ചതെങ്കിൽ, അള്ളാഹു പ്രവചിച്ചെങ്കിൽ ഒരിക്കൽ രണ്ടാക്കും വേറെ പണി നോക്കുന്നതാവും നല്ലത്. ഈ തൊഴിലിന് പറ്റിയ ആൾക്കാരല്ല രണ്ടാളും എന്നാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന പ്രവചനം ഖുർആനിൽ 21-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ, 16-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ, 54-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ, 53-ാം, 56, 57-ാം വാക്യത്തിലൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. പല രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഹദീസുകളാണെങ്കിൽ കുറേ കൂടെ ക്ലിയർ ആയിട്ട് തന്നെ
പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ആണെങ്കിൽ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ അതാ കാണുന്നു ഇതാ കാണുന്നു എന്നും പറഞ്ഞിട്ട് കിടന്ന് പരക്കം പാഞ്ഞിരുന്നതായിട്ട് ഹദീസിൽ കാണുന്നുണ്ട്. യജൂജ് മൗജൂജിൻ്റെ കെട്ട് മതിൽ പൊളിഞ്ഞിരിക്കുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നെലിയും വിളിയും കൂട്ടിയിരുന്നതായിട്ടൊക്കെ ഹദീസുകളിലും കാണുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് ആ കാലത്ത് തന്നെ ഈ ലോകം അവസാനിക്കുമെന്ന് വിശ്വസിക്കുകയും അത് ഉളുപ്പില്ലാതെ പറഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ ഈ അന്ത്യദിനത്തിൻ്റെ ഭീകരത എങ്ങനെ വിശദീകരിക്കുന്നത്. അതല്ലെങ്കിൽ അന്ത്യദിനത്തിൻ്റെ ഭീകരത മുഹമ്മദ് നാട്ടുകാരോട് വിശദീകരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. കാരണം എത്രയോ ലക്ഷക്കണക്കിനോ പതിനായിരക്കണക്കിനോ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കുന്നത് തന്നെ മണ്ടത്തരമാണല്ലോ. എന്നാൽ മുഹമ്മദ് ഈ ഖുർആനിലൂടെ അന്ത്യദിനത്തിൻ്റെ ഭീകരത വിശദീകരിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർ അത് നേരിട്ട് അനുഭവിക്കാൻ പോകുന്നു എന്ന മട്ടിലാണ്. എങ്കിലല്ലേ ആളുകൾ പേടിക്കുള്ളൂ. ഇപ്പോൾ നമ്മളോടൊക്കെ ഈ അന്ത്യദിനത്തിന് അങ്ങനെ ആവും ഇങ്ങനെ ആവും, ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും, ഭൂമിയാകെ കുലുങ്ങി തകർന്നു പോവും, നമ്മളൊക്കെ പാടെ ബേജാറായി കബറിന്ന് എണീച്ച് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചാൽ നമുക്കതെങ്ങനെ ബാധകമാകുന്നത്? നമ്മളതൊന്നും അറിയാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ലോകാവസാനിക്കുന്ന ദിവസം നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മളെ പുനർജീവിപ്പിച്ചതിന് ശേഷമുള്ള ഭീകരതയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനു മുമ്പുള്ള ഭീകരത ഈ ഖുർആനിൽ പലയിടത്തും വിശദീകരിക്കുന്നുണ്ട്. അന്ത്യദിനത്തിന് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭീകരത, അന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാത്രം അനുഭവപ്പെടുന്ന ഭീകരത ഇതിനകത്ത് നിരന്തരം വിശദീകരിക്കുന്നുണ്ട്. അതിൽ പരം മണ്ടത്തരം വേറെ എന്താ ഉള്ളത്? അത് ആരോടായി വിശദീകരിക്കുന്നത്? ഏതോ കാലത്ത് ഇവിടെ ജീവിച്ചിരിക്കാൻ പോകുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മുഹമ്മദ് ഇങ്ങനെ ബടായി പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യം എന്ത്? അത് കേട്ടാൽ ആളുകൾ പേടിക്കുന്നു എങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ സമകാലികർ ജീവിച്ചിരിക്കുമ്പോഴോ ലോകം അവസാനിക്കുമെന്ന മിഥ്യാധാരണ ഉണ്ടായിരുന്നു. ആ മിഥ്യാധാരണയാണ് സർവജ്ഞാനിയായ അള്ളാഹു മണ്ടത്തരമായിട്ട് ഈ ഖുർആനിൽ പല വാക്യങ്ങളിലും എഴുതി വച്ചിട്ടുള്ളത്. ഖുർആൻ പടച്ചോൻ്റെ കിതാബാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ജാതി മണ്ടത്തരങ്ങൾ. 19 അതിനാൽ അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ലെന്ന് അറിയുക, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി പാപവിമുക്തി തേടുക, നിങ്ങളുടെ പോക്കും വരവും നിങ്ങളുടെ താമസവും അള്ളാഹു അറിയുന്നുണ്ട്. ഇതാരോടാണ് അള്ളാഹു ഈ പറയുന്നത്? മുഹമ്മദിനോടാണ് പറയുന്നത് എന്നാണ് തഫ്സീറുകാർ തന്നെ പറയുന്നത്. അപ്പോൾ അള്ളാഹു ആണ് ദൈവം എന്ന കാര്യത്തിൽ മുഹമ്മദിന് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. മുഹമ്മദിൻ്റെ മനസ്സിൽ ഇപ്പോഴും ചാഞ്ചാട്ടമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ചാഞ്ചാട്ടം ഇതിനു മുമ്പ് പലതവണ നമ്മൾ ഖുർആനിൽ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. മുഹമ്മദിന് തന്നെ മുഹമ്മദ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന സന്ദേഹം ഇടക്കിടക്ക് ഉണ്ടായിരുന്നു. ആ സന്ദേഹം മാറ്റാൻ ഇടക്കിടക്ക് മുഹമ്മദ് സ്വയം ഇങ്ങനെ വെളിപാടുകൾ അവതരിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് സ്വയം ആശ്വാസം കൊള്ളുകയാണ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദിന് കാര്യമായ മാനസിക വിഭ്രാന്തി ബാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണിതെല്ലാം. വെറും തട്ടിപ്പ് മാത്രമായിരുന്നില്ല, കുറച്ച് വിഭ്രാന്തിയും അതിൻ്റെ കൂടെ തട്ടിപ്പും തരികിടയും എല്ലാം കൂടെ ചേർന്നതായിരുന്നു മുഹമ്മദിൻ്റെ വെളിപാടും എന്നർത്ഥം. അതുപോലെ തന്നെ മുഹമ്മദിന് ഈ കുറ്റബോധം നല്ല പോലെ ഉണ്ടായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെറികേടുകളാണ് എന്ന കുറ്റബോധം മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ കുറ്റബോധത്തെ മറികടക്കാനാണ് ഏത് നേരവും മുഹമ്മദ് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നത്. നാട്ടുകാരുടെ പാപം മോചിക്കാനും മുഹമ്മദിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കാനും ഏതു നേരവും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മുഹമ്മദ് കപടനാടകം കളിച്ചിരുന്നത് മുഹമ്മദിൻ്റെ കുറ്റബോധം സ്വയം ആശ്വസിക്കാൻ മാത്രമല്ല, മുഹമ്മദ് കുറ്റവാളിയാണ്, മുഹമ്മദ് ചെയ്യുന്നതെല്ലാം നെറികേടുകളാണ് എന്ന് കൂടെയുള്ളവർ മനസ്സിലാക്കുന്നു എന്നതിലായിരുന്നു മുഹമ്മദിന് വിഷമം. അപ്പോൾ ആ കൂടെയുള്ളവരെ താൻ കുറ്റവാളിയാണെങ്കിലും തൻ്റെ കുറ്റങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും, ഞാൻ പൊറുക്കാൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അവരും മുഹമ്മദിനെ പോലെ തന്നെ കുറ്റവാളികളായിരുന്നത് കൊണ്ട് ആ കുറ്റവാളികളായ സ്വന്തം അനുയായികളെ കുറ്റം ചെയ്താലും നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, അള്ളാഹു പുറത്തൊക്കെ ശരിയാക്കിക്കോളും, നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് വാളുകൊടുത്തിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൂടെ കൂട്ടി തൻ്റെ ദൗത്യം നിർവഹിക്കാനും മുഹമ്മദ് തന്ത്രപരമായി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ പാപമോചനവും പാപമോചന പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ പാപം പൊറുക്കൽ വെളിപാടുകളും ഒക്കെ. അത് സ്വയം ചെയ്തിരുന്ന കുറ്റങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനും തൻ്റെ തെറ്റുകൾ തൻ്റെ ദൈവം പൊറുക്കുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനും ഒപ്പം അവരുടെ തെറ്റുകളും ഈ അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ട്
തെറ്റ് ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല, അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് തെറ്റൊക്കെ നല്ലോണം ചെയ്യാം, അതിൻ്റെ കൂടെ അള്ളാഹുവിനും വേണ്ടിയിട്ട് ഈ വാളും എടുത്തിട്ട് ചാവാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും. ഇതായിരുന്നു മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വൃത്തികെട്ട ആശയങ്ങളൊക്കെ മുഹമ്മദിൻ്റെ വായിൽ നിന്ന് നിരന്തരം വരുന്നത് കൊണ്ടാണ് എന്താ ഇപ്പം ഈ ചങ്ങായി പറഞ്ഞു നടക്കുന്നത് എന്ന് കൂടെ ഉണ്ടായിരുന്നവർ തന്നെ മാറി നിന്ന് സംസാരിച്ചിരുന്നത്. അത് കേട്ടിട്ട് അതിനോടുള്ള കലിപ്പ് തീർക്കാനാണ് അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ പോക്കും വരവും നിങ്ങളുടെ താമസവുമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്, അതൊക്കെ കൂടെയുള്ള ആളുകളോട് അവരുടെ രഹസ്യ നീക്കങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അള്ളാഹു അതൊക്കെ എനിക്ക് അറിയിച്ചു തരും എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിനതൊന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതിൻ്റെ തെളിവുകൾ ഈ ഖുർആനിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം അള്ളാഹു എന്നെ പിന്നെ എനിക്കിതൊക്കെ അറിയാൻ പറ്റോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും കാണിച്ചു തരൂല ട്ടോ എന്നും കൂടത്തിൽ പറയുന്നുണ്ട്. അതിനൊക്കെ ഓരോരോ മുട്ടുന്യായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് യഥാർത്ഥ കപടവിശ്വാസി, ആരാണ് പാര വെക്കുന്നത്, ആരാണ് ശത്രുപക്ഷത്തുള്ളത് എന്നൊന്നും തിരിച്ചറിയാൻ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ അള്ളാഹുവിന് അറിയുന്നുണ്ട് ട്ടോ എന്നിങ്ങനെ കാടടക്കി വെടിവെക്കുക മാത്രമാണ് മുഹമ്മദ് ചെയ്തിരുന്നത്. അള്ളാഹുവിന് അവരെയൊന്നും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതാ ഇവൻ ഒറിജിനൽ കള്ളനാണ്, ഇവനാണ് പാര വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ടി സഹിതം ആളെ പിടിച്ച് മുഹമ്മദിനെ ഏൽപ്പിച്ചു കൊടുക്കാനൊന്നുള്ള സർവ്വജ്ഞാനം മുഹമ്മദിൻ്റെ അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അധിക്ഷേപം മാത്രമാണ്, പുലഭ്യം പറയുകയാണ്. ഈ കൂടെയുള്ള ആളുകളെ, ശത്രുക്കളെയല്ല, എതിരാളികളെയല്ല, മുഹമ്മദിൻ്റെ കൂടെ നിന്നിരുന്ന ആളുകളെ മുഹമ്മദിനെ പൂർണ്ണമായി അനുസരിക്കുന്നില്ല. മുഹമ്മദ് പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിട്ട് എന്താണ് ഈ ചങ്ങായി പറയുന്നത് എന്നതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തിയ സ്വന്തം അനുയായികളെ അതിനീചമായ ഭാഷയിൽ പുലഭ്യം പറയുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 38-ാമത്തെ വാക്യം വരെ ഈ അധ്യായത്തിലുള്ള എല്ലാ വാക്യങ്ങളും. ഈ വാക്യത്തോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.